ലോകത്തെ തന്നെ പിടിച്ചുകുലുക്കിയ വർഷമായിരുന്നു അത്. കൊറോണ എന്ന വിപത്ത് ലോകമെമ്പാടും പടർന്നു പിടിച്ചിരുന്ന സമയം. വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്തംഭിച്ച സമയമായിരുന്നു അത്. ഇനി മുന്നോട്ടുള്ള ജീവിതം എന്താകുമെന്നറിയാതെ ജനങ്ങൾ വലയാൻ തുടങ്ങി. എന്നാൽ ആ 4 പേർ ഈ വെല്ലുവിളിയെ എങ്ങനെ മറികടക്കാമെന്ന പദ്ധതി തയ്യാറാക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. എങ്ങനെ ഈ പ്രതിസന്ധി തരണം ചെയ്യാം എന്ന ചിന്തയിലായിരുന്നു അവർ. എങ്ങനെ നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കും? എവിടെയാണ് ഇനി നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഇങ്ങനെ പോയാൽ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ കരിയർ എന്തെത്തിരും? അവർക്ക് കോൺഫിഡൻ്റ് ആയ ഒരു പ്രൊഫഷണലായി മാറാൻ സാധിക്കുമോ? ഇത്തരത്തിലുള്ള പല ചോദ്യങ്ങൾ അവർ പരസ്പരം ചോദിക്കാൻ തുടങ്ങി. എന്നാൽ അവർ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. ഓരോ ദിവസം കഴിയും തോറും കൊറോണ രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരുന്നു. ദിനം പ്രതി നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ തുടങ്ങി. ലോക്ക്ഡൗണും കർഫ്യൂവും കർശനമാക്കി. എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന അവസ്ഥയിലെത്തിയവർ ഓൺലൈൻ മീറ്റിങ്ങിലൂടെ സ്റ്റാഫുകൾ തമ്മിൽ പരസ്പരം ചർച്ചകൾ നടത്തി. ആഴ്ചകൾ കടന്നുപോയി, മാസങ്ങൾ കടന്നുപോയി. കൊറോണ വൈറസിൻ്റെ വ്യാപനത്തിൽ ചെറിയ മാറ്റം വന്നു തുടങ്ങി. പുതിയൊരു തുടക്കമായിരുന്നു അത്. അവരുടെ പരിശ്രമം വിജയത്തിലേക്കെത്താൻ അധികം താമസമുണ്ടായിരുന്നില്ല. കൊറോണ എന്ന വിപത്ത് കാരണം പാതി വഴിക്ക് വെച്ച് പഠനം നിലച്ചുപോയ കുട്ടികൾക്ക് തുടർ പഠനം പൂർത്തിയാക്കുക എന്നതായിരുന്നു ആ 4 പേരുടെയും അവരുടെ സഹപ്രവർത്തകരുടെയും ലക്ഷ്യം. അവർക്ക് മുടങ്ങിപ്പോയ ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അവ പൂർത്തീകരിക്കാനുള്ള നടപടികളായിരുന്നു അവർ സ്വീകരിച്ചത്. അതിനുവേണ്ടി പഠന ഉപകരണങ്ങളും കമ്പ്യൂട്ടറുകളും വിദ്യാർത്ഥികൾക്ക് അവരുടെ വീടുകളിൽ അവർ എത്തിച്ചു നൽകി. വിജയിക്കണം എന്ന ആത്മവിശ്വാസമായിരുന്നു അതിൻ്റെ കാരണം. അതങ്ങനെയൊന്നും നഷ്ടപ്പെട്ടു പോകുന്നവയായിരുന്നില്ല. കാരണം അവർക്ക് ആ ആത്മവിശ്വാസം പകർന്നു നൽകിയത് മറ്റൊന്നും തന്നെയായിരുന്നില്ല, അവരുടെ ആ സ്വപ്നം തന്നെയായിരുന്നു. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വിദ്യാർത്ഥികളുടെ കരിയറിൽ വെളിച്ചം വീശാൻ ആർക്കേറ്റ് എന്ന സ്വപ്നത്തിന് സാധിച്ചു. ആർക്കേറ്റിന് തന്നെ വഴിത്തിരിവായ സംഭവമായിരുന്നു ഇത്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നതിലുപരി വിദ്യാർത്ഥികൾക്ക് ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം തന്നെയാണ് ആർക്കേറ്റ്. ജീവിതത്തിൽ ചലഞ്ചസ് ഉണ്ടാകും. എന്നാൽ അത്തരം ചലഞ്ചസിനെ കുറിച്ച് ചിന്തിച്ചിരിക്കാതെ അവയെ ഓവർകം ചെയ്ത് പുതിയ വഴിത്തിരിവ് ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് ആർക്കേറ്റ് നമുക്ക് പറഞ്ഞു തരുന്ന പാഠം.